ഒരു പൊളിഞ്ഞ മേശ കിട്ടിയ എന്ത് ചെയ്യും, അതൊന്നുകൂടി കുത്തിപ്പൊട്ടിച്ച് അടുപ്പിൽ വെച്ച് വല്ലതും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമല്ലേ. എന്നാൽ ഞാൻ ചെയ്യുന്നത് കണ്ടാലോ. അപ്പോൾ ഇത് ഒരുപാട് നാളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു മേശയാണ്, ഒരു റൗണ്ട് ഷേപ്പ് മേശയാണ്. മുകളിൽ നമ്മൾ ആ ഒരു നല്ല ഫിനിഷിങ്ങോടെ വരുന്ന ഒരു ഫ്ലൈവുഡ് പീസിൻ്റെ ആ ഒരു ഐറ്റമാണ് കൊടുത്തിട്ടുണ്ടായത്, ഒരു ലെയർ ആയിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മേശ ഇങ്ങനെ കളയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ മുകളിൽ ഇങ്ങനെ വെയിലും അതുപോലെ തന്നെ ചൂടും കൊണ്ട് ഇങ്ങനെ പൊള്ളയായി വന്നിട്ട് അങ്ങനെ പൊട്ടിപ്പോയതാണ്. ഇതെൻ്റെ പപ്പയുടെ ഫസ്റ്റ് എഫേർട്ട് എടുത്ത സമയത്ത്, അതായത് പപ്പ ആർമിയിലൊക്കെ പോയിട്ട് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാക്കി എന്ന് പറഞ്ഞപ്പോൾ പപ്പക്ക് സന്തോഷമാണ് കേട്ടോ തോന്നിയത്. അല്ലെങ്കിൽ ഇതെന്തായാലും നശിച്ച് വേറെ രീതിയിലൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇനി ഇങ്ങനെയെങ്കിലും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പക്ക് സന്തോഷമായിട്ടോ തോന്നിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഒരു 4-5 ദിവസത്തെ എൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഈ ഒരു വർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. വിടുന്ന ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻസും ഒക്കെ കാണുമ്പോഴാണ് ഇതുപോലത്തെ വലിയ വലിയ വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു ഫ്ലൈവുഡ് പീസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ലെയർ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള നല്ല മിനുസം വരുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു പീസ്, ആ ഒരു ഏറ്റവും മുകളിലത്തെ ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റായിട്ട് അതിൻ്റെ ഒട്ടിച്ചിട്ടുള്ള വുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് നല്ല നീറ്റായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തി അതിലേക്ക് വൈറ്റ് ബേസ് കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നോർമൽ നമ്മൾ ചുമരിനൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻറ് തന്നെയാണ് ഞാൻ വൈറ്റ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, ബേസ് ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതൊരു 2 കോട്ട് അടിച്ചു കൊടുത്തു. അങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോടെ നല്ല നീറ്റായിട്ട് കിട്ടിയത് കേട്ടോ. അങ്ങനെ 2ാമത്തെ ദിവസം എല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയത്. ഫസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബൾബ് പണി തന്നു. അത് ഇതുപോലെ മിന്നി അങ്ങ് കെട്ടുപോവാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കൽ ഒരു അരമണിക്കൂറൊക്കെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം നമുക്ക് അവിടെ മുകളിലത്തെ പൈപ്പൊക്കെ കയറി വൃത്തിയാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ പിന്നീട് ഇട്ടിട്ടാണ് ബാക്കിയുള്ള പണി ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെയും അത് കെട്ടുപോയി. അങ്ങനെ എല്ലാം കൊണ്ടും ടാസ്ക് ആയിട്ടുള്ള കുറച്ചൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു ബേസാണ് കൊടുക്കുന്നത്. പിന്നെ കളർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വലിയൊരു ടാസ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത്. എത്ര നമ്മൾ ഉരച്ചു കൊടുത്താലും ആ ഒരു കളർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം 2ാമതും ബൾബ് അടിച്ചു പോയി. പിന്നെയും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ഇട്ടു. ഇതൊക്കെ എന്തൊരു ടാസ്ക്കാണല്ലേ. നമ്മൾ ആ ഒരു മൂഡ് തന്നെ പോവും. നമ്മളൊരു വർക്കിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂഡ് തന്നെ കളയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളെൻ്റെ ടീഷർട്ട് ശ്രദ്ധിച്ചോ? ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ യെല്ലോ, ഓറഞ്ച് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള മാക്സിമം ബ്ലെൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ റെഡിലേക്ക് ഇതുപോലെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഡാർക്ക് ബ്രൗണിലേക്ക് വരുന്ന രീതിയിൽ ഒരു സൈഡും ബ്ലൂയിലേക്ക് വരുന്ന രീതിയിൽ മറ്റേ സൈഡുമാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം മിന്നി ബൾബിൻ്റെ ആ ഒരു ആസ്കി തന്നെ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ നിർത്തി. ഞാൻ പിന്നെ മേശയ്ക്ക് വലിച്ച് പറിച്ച് ഞാൻ ഉള്ളിൽ കൊണ്ടുവച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലൈറ്റ് ഉള്ളിലെത്തത് അത്രയും നല്ലൊരു ലൈറ്റ് തന്നെയായിരുന്നു. നമ്മൾക്ക് ആ ഒരു കളർ കോമ്പിനേഷൻസ് നല്ല രീതിയിൽ വിസിബിൾ ആവോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഷെയ്ഡൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വരുന്ന ഷെയ്ഡാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു യെല്ലോ, ഓറഞ്ച്, റെഡിലേക്ക് വന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിലൊരു ബ്രൗണിലേക്കും പിന്നെ മറ്റേ സൈഡ് ഒരു ബ്ലൂയിലേക്കുമാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. കുറേ നോക്കി, നല്ല നീറ്റായിട്ടുള്ളൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് കുറേ ട്രൈ ചെയ്തു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം കിട്ടിയത് വെച്ച് ഞാൻ നിർത്തി കേട്ടോ. കാരണം ഈ ഒരു പോർഷനൊക്കെ ഒരുപാടൊന്നും വിസിബിൾ ആവില്ല നമ്മൾ വർക്ക് കഴിയുമ്പോഴേക്കും. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ക്യാൻവാസിലൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. ഞാനിതൊരു ചുമ്മാ കളഞ്ഞിട്ടുണ്ടായ ഒരു മേശയിൽ എൻ്റെ ആ ഒരു മെമ്മറി ആയിക്കോട്ടെ, എൻ്റെ ആ ഒരു ടാസ്കിൽ മാത്രം ചെയ്തൊരു വർക്കാണ്. സത്യം പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് പ്രൗഡ് ഫീൽ ചെയ്തെന്നൊക്കെ പറയില്ലേ, ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെയൊക്കെ ഒരു തോന്നലില്ലേ, അങ്ങനെ തോന്നിയൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴത്തെ വശം ബ്ലൂവും കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പൊന്തക്കാടിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള ബ്രഷിലുണ്ടായ പെയിൻ്റ് തന്നെ വെറുതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊന്നും ഈ ഒരു സമയത്ത് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ആ ഒരു പെയിൻറ്റ് ബ്രഷും കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ചെറുതായിട്ടുള്ളൊരു പീസൊന്നും അല്ല കേട്ടോ. ഈ ഒരു റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊന്നും കൊള്ളാത്ത അത്രയും, നമ്മൾ രണ്ട് കൈയും എത്രത്തോളം നീട്ടി പിടിച്ചാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളാത്ത അത്രയും റൗണ്ട് ഷേപ്പാണ്. ഇതൊരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലത്തെ പോർഷനാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബ്രഷ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് വരെ എത്തുന്ന രീതിയിൽ പെയിൻറ് ആ ഒരു ടൈമിൽ തന്നെ, ആ ഒരേ ടൈമിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. അത് ചെറിയൊരു ഫ്ലോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത് ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പോൾ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ വന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ വർക്കിൽ അതൊന്നും ബാധിക്കൂല കേട്ടോ. അതൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലത്തെ പോർഷനും ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒരു കോട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ. ഭയങ്കര ക്ഷമയായതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് ഉണക്കിയെടുത്തത്. അത്രയും എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് എനിക്കൊരു തോന്നുന്നു ഒരു 5-6 വർഷമായി എൻ്റെ കൂടെ തന്നെ. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജീപ്പാസിൻ്റെ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇത് ഹെയർ ഡ്രയർ ആയിട്ട് മാത്രമല്ല, ഇതുപോലത്തെ അൽക്കുലത്ത് പരിപാടിക്കും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചെറിയൊരു മാർക്കിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തെടുത്ത കളർ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അത് എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് കണ്ടാലറിയാം ഞാനിത് എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തൊരു വർക്കാണെന്നുള്ളത്. പൊതുവേ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെയിനായിട്ടുള്ള ഡീറ്റെയിലിംഗ് വീഡിയോ 4-5 മിനിറ്റ് കൂടിപ്പോയ 8 മിനിറ്റിനുള്ളിൽ ഒതുക്കുന്നതാണ്. ഇതെനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു 25 മിനിറ്റിൻ്റെ കുറയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. 25 മിനിറ്റാണ് ഇത് ഉള്ളത്. ഇപ്പോൾ സമയമുള്ളവരൊക്കെ എടുത്ത് കാണുക, മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മരത്തിൻ്റെ ചില്ലയും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു മരത്തിൻ്റെ ഷേപ്പ്, ആ ഒരു സ്ട്രക്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നോർമലി ചെയ്യുന്ന മരം പോലെയൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഇതുപോലെ കുറേ ചില്ലകളും വള്ളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു ലുക്കിൽ കാണുമ്പോൾ ഒരു ഹൊറർ ഫീൽ ഉണ്ടല്ലേ, ഒരു പ്രേതത്തിൻ്റെ ഒക്കെ വൈബ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ഫീലില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, ആ ഒരു യക്ഷിയൊക്കെ വരുന്ന രീതിയിലുള്ള. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് എഡിറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പോഞ്ചിനെ നമ്മൾ പിച്ചി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോള് പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചില്ലകൾ റെഡി. ആഹാ, ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തതെന്ന് മാത്രമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചില്ലകൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു വർക്കിൽ മാത്രമല്ല, നിങ്ങൾ കോമൺ ആയിട്ട് മരങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചില്ലകളിലൊക്കെ ഇതുപോലെ നമ്മൾ ശാഖകളിലൊക്കെ കുറേ ഇതുപോലെ ഇലകൾ പോലത്തെ ലുക്ക് കൊടുത്തു. ഇനി ഞാനൊരു ബേസ് ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാനതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കളർ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു ചില്ലകൾ നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്തത് വരെയുള്ള കാര്യങ്ങൾ വളരെ വളരെ സ്മൂത്തായിട്ടാണ് പോയത്. പക്ഷേ ടാസ്ക് തുടങ്ങിയത് ഇത് മുതലായിരുന്നു. ഞാൻ ഇനി എത്ര ശ്രമിച്ചിട്ടും തലകുത്തി നിന്നിട്ടും എനിക്ക് പെയിൻറ്റുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുള്ള പെയിൻറ്റിൻ്റെ പ്രശ്നമാണോ, അല്ല ഈ ഒരു ബേസ് അടിച്ചതിൻ്റെ പ്രശ്നമാണോ, അല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് ബുദ്ധിമുട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരീക്ഷിക്കുന്നതാണോ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷേ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നില്ലത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പകുതിക്ക് വെച്ചിട്ട് നിർത്താനും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലുക്ക് കണ്ടിട്ട് നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലായോ? നമ്മളൊരു ബുദ്ധനെയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ മോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വിഷ്വൽസും കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അവൾ ഉറങ്ങി എണീച്ച് വരുമ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലാണ്. ഉറങ്ങി എണീച്ച് റൂമിൽ താഴേക്ക് പോകുമ്പോൾ തന്നെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ മോള് പറയുന്ന കാര്യങ്ങളും കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ബേസ് അടിച്ചിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം അവൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ അമ്പാച്ചി ദൈവം എന്നുള്ള രീതിയിൽ അമ്പാച്ചി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അച്ചച്ച എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ ബുദ്ധ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് കേട്ടോ. എന്തായാലും ഞാൻ ആ ഒരു വിഷ്വൽ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സിങ് കളറാണ് കൊടുത്തത്. കാരണം ബേസ് അത്രയും കളർഫുൾ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒന്ന് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കളേഴ്സ് ആയിരിക്കണം ഡ്രസ്സിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബ്ലൂ, അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ, ബ്രൗൺ, ഇതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് കളറാണ് കൊടുത്തത്. അതൊന്നും കൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. നല്ല രസമായിട്ട് തന്നെ കിട്ടി കേട്ടോ.
അപ്പോൾ സ്കിൻ കളറായിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ വിസിബിൾ ആവുന്നത് നെക്കിൻ്റെ പോർഷൻ, അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലുള്ള ആ ഒരു പോർഷൻ, കാല്, കൈ, ഫേസ്, ഇവിടെ ഇത് മാത്രമാണ് സ്കിന്നിൻ്റെതായിട്ടുള്ള കളർ വരുന്നത്. ആ ഒരു ഭാഗം ഒഴിച്ച് നിർത്തി ബാക്കിയൊക്കെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ച് നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ഡ്രോയിങ് പഠിച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ആ ഒരു രീതിയിൽ മാത്രം പെയിൻറ്റിങ് എടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഞാനൊരു റെഫറൻസ് ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതന്നെ ഞാൻ എൻ്റെ കയ്യിൽ ആ ഒരു ടാബ് പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വരയ്ക്കാൻ പഠിക്കാണ്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു കൺസിഡറേഷൻ എനിക്ക് തരിക. അത് കണ്ടിട്ട് ആ ഒരു രീതിയിൽ മാത്രം വിഷ്വൽസ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫേസ് ആണ്. ഇതാണ് എന്നെ കുഴപ്പിച്ച് കളഞ്ഞത്. എത്ര നോക്കിയിട്ടും എനിക്ക് ഫേസിൻ്റെ ആ ഒരു ഹൈലൈറ്റിങ് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ. ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. എന്നാലും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു ഭാഗം ഈ ഒരു ഫേസ് തന്നെയായിരുന്നു. ഫേസ് പോയാൽ പോയി എന്ന് പറയുന്നത് ശരിയാണ്. ഫേസ് എനിക്ക് എത്രയും നോക്കിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയാലോ എന്നൊക്കെ തോന്നി സങ്കടപ്പെട്ടൊക്കെ നിന്നിട്ടോ. പിന്നെ പറ്റുന്നവരൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. ഞാനിത് സെയിലിന് വേണ്ടി ചെയ്യുന്നൊന്നും അല്ലല്ലോ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളൊരു തോട്ടിൽ ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും വായിൻ്റെ ഒക്കെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം അതൊന്ന് കളർ ചെയ്തെടുത്തു കേട്ടോ. ഡാർക്ക് ഇതുപോലെ ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുത്തത്. ഒരു വുഡൻ കളർ ബ്രൗൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെവിയുടെ പോർഷൻ, ചുണ്ടിൻ്റെ പോർഷൻ. ചുണ്ടൊന്നും നല്ല ഡാർക്ക് കളറല്ല കൊടുത്തത്, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇതുപോലെ ചെവിയുടെ പോർഷൻ, ചെവി കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു ലോങ് ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണ്, മൂക്ക്, പുരികമൊക്കെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് പുരികം വരച്ചു കൊടുത്തു. അവിടെ നിന്ന് തന്നെ നേരെ വരുന്ന രീതിയിൽ മൂക്കിൻ്റെ പോർഷനും കൂടി റെഡിയാക്കി എടുത്തു. കണ്ണിൻ്റെ പോള അവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുത്തു. കണ്ണ് അടച്ചു നിൽക്കുന്ന രീതിയിൽ ധ്യാനത്തിലായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ വരക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു. ഇവിടെ എത്ര നോക്കിയിട്ടും ബ്ലെൻഡ് ആവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്കിൻ കളർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഷെയ്ഡിങ് പക്ക ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടും. പിന്നെ മൂക്കിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ കൊടുത്തു. ഹൈലൈറ്റിങ് ഡാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആ സമയത്ത് തന്നെ നമ്മൾ കൊടുത്തെടുത്തു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ചുണ്ടും കൂടി നമ്മൾ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ചുണ്ടിൻ്റെ ആ ഒരു പോർഷൻ വന്നപ്പോൾ തന്നെ ഒരു എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അത് തൊട്ട് ഭംഗി കുറവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുണ്ടും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറുന്ന വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ചുണ്ടിൻ്റെ പോർഷനും കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ പക്ക നീറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഡിമ്മായ പോലെ തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ചെറുതായിട്ട് പണി വാളിപ്പോയി. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ശരിയാക്കി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി നമുക്ക് ചെയ്തെടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് തലയുടെ ആ ഒരു മുടിയുടെ പോർഷനാണ്. അത് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം ഉള്ളിൽ നമ്മളിങ്ങനെ നമ്മൾ റൗണ്ട് ഇങ്ങനെ റിങ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി. ബുദ്ധൻ്റെ മുടി വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് റൗണ്ട് ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. ആ ഒരു പോർഷൻ ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കാം, കാരണം അത് അത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു ഭാഗമാണ്. ഡാർക്ക്നെസ്സും ലൈറ്റ് ഷെയ്ഡൊക്കെ ഞാൻ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷനിൽ ഇതുപോലെ നമ്മളൊരു ബേസ് കൊടുത്തു. അത് നല്ല ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളതിൻ്റെ താഴത്തെ ഭാഗം ഒരു കുറേ പാറേൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറേ കുഞ്ഞു ഉരുളൻ കല്ലുകൾ നിരത്തി നിർത്തുന്ന രീതിയിലുള്ളൊരു ലുക്ക് കൊടുത്തു. അത് 1 by 1 ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന പോലെ അതിൻ്റെ താഴത്തേത് 2 എണ്ണത്തിൻ്റെ ഇടയിലായിട്ട് ഒന്ന് വരുന്ന രീതിയിലുള്ള അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ അട്ടിക്കിങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടും. വൈറ്റ് വെച്ചിട്ട് ആദ്യം കൊടുക്കുക. അത് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ കളർ ടോൺ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒന്ന് ഒരു ഡ്രൈ ആയി എന്ന് കാണുമ്പം ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് ആ ഒരു പാറക്കല്ലിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുന്ന ഇരിക്കുന്നു. ആദ്യം തന്നെ ഒരു വൈറ്റ് ഷെയ്ഡാണ് ആദ്യം കൊടുത്തത് കേട്ടോ, ആ ഒരു ഷേപ്പ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതാ ഇതുപോലെ ബ്ലാക്ക് കളറും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് ഒരു ഗ്രേ കളർ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഇതാ ഇതുപോലെ ഗ്രേ കളർ കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി മുകളിലായിട്ടുള്ള കുറച്ച് പോർഷനിൽ അവിടെ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് കളർ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തു. പിന്നെ വൈറ്റ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ആ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷനും കൂടി ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്താ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടെ പാറക്കല്ലുകൾ അടുക്കി അടുക്കി വെച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടും. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം താഴത്തെ പോർഷൻ ഒരു വെള്ളത്തിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തു. സൈഡിലായിട്ട് വലിയ 3 പാറക്കല്ലുകൾ കൂടി അടുക്കി വെച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെ വൈറ്റും ഗ്രേയും വെച്ചിട്ടൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് നമ്മൾ കൊടുത്തു കേട്ടോ. ആ ഒരു ബേസിൽ ഒന്നും കൂടി അത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു കോട്ടും കൂടി സെയിം ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. അതിൻ്റെ സൈഡിലായിട്ടുള്ളത് കുറച്ചും കൂടി ഒരു പൊന്തക്കാട് പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ കൊടുത്തു കേട്ടോ. അത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്കും കൂടി അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളർഫുൾ ആയിട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു പാറക്കല്ലിൻ്റെ സൈഡും കൂടി കുറച്ച് ഗ്രീനറി കൊടുത്തു കേട്ടോ. ഒരു നല്ല കളർഫുള്ളായത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീനും കൂടി നമ്മൾ അവിടെ കൊടുത്തത്. പിന്നെ പൊന്തക്കാട്ടിൽ നിന്ന് കുറച്ച് ചെടീൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ബുഷി ആയിട്ടുള്ള ഒരു ചെടി കൊടുത്തു. ഒരു സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ ഒരു ഭാഗം കൂടി നമ്മൾ അവിടെയും കൂടെ കൊടുത്തു. ആ ഒരു പൊന്തക്കാടും ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് താമരയാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ബുദ്ധൻ്റെ കയ്യിലായിട്ടൊരു കുഞ്ഞു താമര വരച്ചു കൊടുത്തു. പിന്നെ ആ ഒരു അരുവി പോലത്തെ ഒരു പോഷൻ കൊടുത്തല്ലോ, ആ ഒരു ഭാഗത്ത് ഒരു 3-4 താമരയും മൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ലുക്കും കൊടുത്തു കേട്ടോ. അതൊന്നും ഒത്തിരി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് തന്നെ മടുത്തു. ഇതൊന്നും എന്താ തീരാത്തേന്നുള്ളൊരു തോന്നലൊക്കെ വന്നു കേട്ടോ. കാരണം ഒത്തിരി ചെയ്തിട്ടും ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരുമാതിരി നമ്മൾ വിചാരിച്ച ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലത്തെ ഒക്കെ തോന്നി. പിന്നെയും എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇത്രത്തോളം അതാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ താമരയൊക്കെ ഞാൻ വരച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഗോൾഡൻ കളർ പെയിൻറ് വെച്ചിട്ട് ബുദ്ധൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു പോർഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു കസവ് പോർഷൻ, ഞെറിവിൻ്റെ പോർഷൻ, അതിലൊക്കെ ഒന്ന് നമ്മളൊന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഫൈനൽ ലുക്ക് കാണണ്ടേ? ഒത്തിരി എഫേർട്ട് ഇട്ടാലും ഒത്തിരി സന്തോഷിച്ചൊരു വർക്കാണ് ഇത് കംപ്ലീറ്റ് ആയി വന്നപ്പോൾ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടോ, ഇതാണ്. എന്നെ തന്നെ കാണുന്നില്ല, അതിൻ്റെ സൈസ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഊഹിച്ചാൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യാനെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ എങ്ങനെയാണ് ചുമരിൽ സെറ്റ് ചെയ്തതെന്നും കൂടി ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം അവിടെ ഒരു ആണി അടിച്ചിട്ട് ഹോൾ ഉണ്ടാക്കി അതൊന്ന് തൂക്കിയതിന് ശേഷം കയ്യിലുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക, ഇവിടുന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ. നമ്മുടെ അതെന്ന് ഒച്ചത്ത് പറ എന്നാ പേര് തമ്പാച്ചീൻ്റെ മുണ്ടനാ എന്ന്